ഇന്ന് നമ്മുടെ സർഗം കിച്ചണിൽ മുളക് പൊടിയൊക്കെ വാങ്ങിക്കാണ്ട് വീട്ടിൽ തന്നെ പൊടിപ്പിക്കാൻ വേണ്ട ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. വീട്ടിൽ തന്നെ പൊടിപ്പിക്കുമ്പോൾ നമുക്ക് കട്ടയൊക്കെ നമ്മൾ പിടിക്കില്ല, ആ കട്ട പിടിക്കാണ്ട് കുറേ കാലം കേടുകൂടാതിരിക്കാനും അതുപോലെ തന്നെ നല്ല കളറായിട്ടിരിക്കാനും. സാധാരണ മുളക് പൊടി പൊടിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റെഡ് കളർ മാറി ഒന്ന് മങ്ങി നിൽക്കും. അതൊന്നും വരാണ്ട് കുറേ കാലം ആ ഒരു കളർ തന്നെ കിട്ടാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് കൂടാനും 1-2 ടിപ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി. രുചി കൂടാൻ വേണ്ടി ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ പൊടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിക്കൊക്കെ ഈ മുളക് പൊടി ചേർത്താൽ നല്ല രുചി കിട്ടും. നമ്മൾ മുളക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലോണം കഴുകിയിട്ട് വേണം ഉണക്കാൻ ഇടാനായിട്ട്. വെള്ളത്തിലൊന്ന് കഴുകി എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കഴുകുമ്പോൾ അറിയാം അതിൻ്റെ അഴുക്കുകളൊക്കെ നല്ല ഇങ്ങനെ കണ്ടോടത്തൊക്കെ ഇട്ടിട്ടും അതുപോലെ മരുന്നടിച്ചിട്ടൊക്കെ കിട്ടുന്നതാണല്ലോ. ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുക, അത്രേ വേണ്ടൂ. അപ്പോഴന്നെ വെള്ളത്തിൽ അതിൻ്റെ അഴുക്ക് ഇങ്ങനെ കാണാം നമുക്ക്. എന്നിട്ടൊന്ന് വാല വയ്ക്കുക. അതിന് ശേഷം വേണം നമ്മൾ മുളക് വെയിലത്തിടാൻ. നല്ല കോട്ടൺ തുണിയിൽ വേണം വെയിലത്തിടാനായിട്ടും. പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടും വേണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മുളക് പൊടി കുറേ കാലം കേടുകൂടാതിരിക്കുന്നത്. വെള്ളം വാർന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പരത്തിടാം. ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് ചെയ്ത് കാണിച്ചതിന്. നമ്മൾ നേരത്തെ 1 കിലോ സാധാരണ വറ്റൽമുളകും കാശ്മീരി മുളക് 250 കൂടി ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതാണ് കുറച്ച് ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ മുളക് വെയിലത്ത് വെക്കുമ്പോൾ നല്ല കോട്ടൺ തുണിയിൽ വേണം വെക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല വെയിൽ കൊള്ളണം. ഇതൊക്കെ കാശ്മീരി മുളകാണ്. അതൊക്കെ ഞാൻ ഒരുമിച്ച് കഴുകിയിട്ടത്. ഇത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറിയിൽ നല്ല കൊഴുപ്പുണ്ടാവും, അതുപോലെ തന്നെ നല്ല ചുവപ്പും ഉണ്ടാവും. അത് കാരണം കാശ്മീരി മുളകും കൂടി അതിൽ മിക്സ് ചെയ്തിട്ട് പൊടിപ്പിക്കണം. അപ്പോൾ ഈ വേനൽക്കാലമാണല്ലോ വരണ, ഈ സമയത്ത് പൊടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിക്ക് ഒരു കംപ്ലൈൻറ്റ് ഇല്ലാത്ത ടൈമാണ്. നല്ല വെയിൽ കൊള്ളിച്ചാൽ മതി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. അതാണ് ഒരു സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുന്നത്. അധികം ആവരുത്, 2 ടേബിൾ സ്പൂൺ മാത്രം മതി. അത് ചേർത്തിട്ട് അതും വെയിലത്ത് വെക്കണം. എന്നിട്ട് വെയിലത്ത് വെച്ച് നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് കഴിഞ്ഞാൽ മുളകിൽ ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. പൂത്ത് പോവാന്നൊക്കെ പറയില്ല, അതൊന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. മുളക് പൊടിപ്പിക്കണേക്കാൾ മുന്നൊന്നില്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ കോച്ച പൊട്ടിച്ച് കളയണം. അല്ലെങ്കിൽ നമ്മൾ ഒരു കത്രിക എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. അപ്പോൾ കയ്യുമ്മയ്ക്ക് എരിവ് വരില്ല. ഇത് ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഖമാണ്. നമുക്ക് ഈ കോച്ചെല്ലാം കട്ട് ചെയ്തിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. നല്ല കളറും കിട്ടും, കുറേ കാലം കേടുകൂടാതിരിക്കും ചെയ്യും. ഇത് നമുക്കല്ലാതെ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കോച്ചയൊക്കെ പൊട്ടിച്ച് വെയിലത്ത് ഇങ്ങനെ നല്ലോണം പരത്തിയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കിളികിലി എന്നുള്ള ശബ്ദം കിട്ടുമ്പോഴാണ് നമ്മളിത് പൊടിക്കാറായുള്ളത്. അപ്പം നല്ല വെയിൽ കൊള്ളണം. നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു ദിവസം ഉണക്കിയതിന് ശേഷം പിറ്റേ ദിവസം തന്നെ നമ്മൾ അതിൻ്റെ കോച്ചാന്ന് പറയില്ല, അതിൻ്റെ ഞെട്ട് കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടില്ല അത്, അല്ലെങ്കിൽ അതിൻ്റെ കുരുവൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ദിവസം കൂടി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം നമ്മൾ മുളക് പൊടിക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ വലിയൊരു പാത്രത്തിൽ ഇതൊന്ന് ചൂടാക്കി എടുത്താൽ നമ്മുടെ മുളക് പൊടിക്ക് നല്ല കളറും കിട്ടും, കുറേ കാലം കേടുകൂടാതിരിക്കും ചെയ്യും. എന്നിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് പൊടിപ്പിക്കാൻ കൊണ്ടുപോകാനായിട്ട്. ഇനി നമ്മൾ വെയിലത്ത് വെച്ച് നല്ലോണം ഉണങ്ങിയ മുളക് ഒന്നും കൂടി നമ്മൾ ഉരുളിയിലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കേണ്ടത്. ഉരുളി തന്നെ വേണമെന്നില്ല, വലിയ പാത്രത്തിലിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ മുളക് പൊടി നല്ല ചുവപ്പ് നിറം ഉണ്ടാവുകയും ചെയ്യും, ഒരു കാലത്തും കേട് വരില്ല. നല്ലൊരു ടിപ്പാണ്. വെയിലത്ത് വെച്ച് ഉണങ്ങിയാലും ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളറായിട്ട് കിടക്കും. ഒരു പുഴുക്കുത്ത കട്ട പിടിക്കുന്നുണ്ടല്ലോ, സാധാരണ മുളക് പൊടി കട്ട പിടിക്കുക ചെയ്യുക, അതൊന്നും ഇല്ലാണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഇതൊന്ന് ചൂടാക്കി എടുക്കുക. കരിയാൻ പാടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒന്നൊരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കുക, അത്രയേ വേണ്ടൂ. അപ്പോൾ നമ്മുടെ മുളക് പൊടി നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. മുളക് നമ്മൾ കരിയാണ്ട് ഈ ഒരു പാകത്തിൽ എടുക്കണം. അപ്പം നല്ലോണം ചൂടായിട്ടുണ്ട്. കരിച്ചിൽ വന്നു കഴിഞ്ഞാൽ മുളക് പൊടി മൊത്തം നാശമാവും. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ ചൂടാക്കി എടുത്തിട്ട് കംപ്ലൈൻ്റ് ഉള്ളത്, അതായത് വെള്ളപ്പാടുള്ള മുളക് അതൊക്കെ കണ്ട് ആദ്യമേ തന്നെ മാറ്റണം. ഇങ്ങനത്തെ മുളകൊന്നും വേണ്ട. അങ്ങനെ മാറ്റി എടുത്ത് മുളക് നമ്മൾ മില്ലിയെ കൊണ്ടുപോയി പൊടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സമയത്ത് തന്നെ മുളക് എടുത്ത് കൊണ്ടുപോയി ഉച്ച നേരമൊക്കെ ഉണ്ടല്ലോ, ആ നേരത്ത് ഒന്ന് പൊടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല മുളക് പൊടി കിട്ടും. അതുപോലെ തന്നെ നല്ല റെഡ് കളറിൽ തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചാൽ മതി. നമുക്ക് കറിക്കൊക്കെ ഈ മുളക് പൊടി ചേർത്താൽ നല്ല രുചി കിട്ടും.